ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടിയിഴകൾ വളർന്നു വരുന്ന ഓരോ മുടിയിഴകൾക്കും നല്ല ബലം ഉണ്ടാവാനും അതുപോലെ മുടി നന്നായിട്ട് വളരാനും ഉള്ളൊരു ചെറിയൊരു വീഡിയോ കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു കറി ലീവ്സിൻ്റെ ഓയിൽ മേക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കറി ലീവ്സ് വേണം, കുറച്ച് അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇല വേണം, പിന്നെ വീട്ടിലിപ്പോൾ ഉണ്ടായത് 2 ചെമ്പരത്തി പൂക്കളായിരുന്നു കേട്ടോ. സോ ഇതാണ് നമുക്ക് വേണ്ട മെയിൻ ഐറ്റംസ് കേട്ടോ. അപ്പോൾ ഇതാദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കും. ഇപ്പോൾ മഴയൊക്കെ ഉള്ളതുകൊണ്ട് അധികം അങ്ങനെ അഴുക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മീൻസ് ചിലന്തി ഇലകളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഈ ഇലകളിലൊക്കെ ഇതുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം കറി ലീവ്സ് എടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക. എല്ലാം ഈ മൂന്ന് ഐറ്റം നല്ല അടിപൊളി നന്നായിട്ട് മിക്സ് ആയിട്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഈ ചെമ്പരത്തിക്ക് ഒരു ചെറിയൊരു ജെല്ല് ടൈപ്പാണല്ലോ, അങ്ങനെ ഒരു ഒട്ടണ ടൈപ്പ് ഇതാണല്ലോ, നേച്ചറാണല്ലോ ചെമ്പരത്തിയുടെ. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നെക്സ്റ്റ് വേണ്ടത് നമുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ. നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണയും ഈ ഒരു ഇലകളെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. മീൻസ് ഇത് ഓൾറെഡി കല്ലിൽ ഇച്ചിരി പറ്റി പിടിച്ചിരിപ്പുണ്ട്, അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആവുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നമ്മുടെ ആവശ്യത്തിന്, ഇനി നമ്മുടെ മുടിക്ക് എത്രയാണോ ആവശ്യം, ഇപ്പോൾ ഒരുപാട് ലെങ്ത്തുള്ള മുടിയാണെങ്കിൽ കുറച്ച് എണ്ണ അധികം വേണ്ടി വരുമല്ലോ, അത് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അത് കൈ കൊണ്ടൊന്ന് ഞെരടി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് തന്നെ. ദെൻ അതിനുശേഷം നമുക്കിത് ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഡയറക്റ്റ് എണ്ണ ഒരിക്കലും ഹീറ്റ് ആക്കരുത്, ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും, ഒരു ലൈറ്റ് യെല്ലോ ഗ്രീൻ ഷെയ്ഡൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ വരുന്നത്. ഈ ഇലയുടെ കളേഴ്സൊക്കെ നന്നായിട്ടൊന്ന് മാറും കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഞാനിപ്പോൾ ഇത് മാറ്റുന്നുണ്ട്. ദെൻ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ തലയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതല്ല ഈ ഇലകളൊക്കെ മുടിയിൽ ഇരിക്കുന്നതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്നാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു കോട്ടൺ ക്ലോത്തിലേക്ക് ഈ എണ്ണ മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കുക, മീൻസ് ഒന്ന് അരിച്ചെടുക്കുക എന്ന് പറയണില്ലേ, അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഇനി ഈ ഒരു കിഴിയില്ലേ, ഇതൊരു കിഴിയാക്കുക. ദെൻ കിഴിയാക്കി കഴിയുമ്പോഴേക്കും ഇതിലുള്ള ഓയിൽ ഓൾറെഡി ആ ഒരു പാത്രത്തിൽ വീഴണം. പിന്നെ ഇതിങ്ങനെ തന്നെ നമുക്ക് എടുത്ത് നമ്മുടെ തലയിൽ ഓരോ വകച്ചിലെടുത്ത്, മുടിയുടെ ഓരോ വകച്ചിലെടുത്തിട്ട് നമുക്ക് ഓരോ സ്ഥലത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. സ്കാൽപ്പിൽ മാത്രം അധികം ബലം കൊടുക്കരുത്. ഇത് സോഫ്റ്റായിരിക്കും, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നേരിയ ചൂടോടുകൂടി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ഹെയർ ഫോളിക്കിൾസൊക്കെ ഓപ്പൺ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആ എണ്ണയുടെ ഗുണങ്ങൾ നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇറങ്ങും. അത് മുടിക്ക് ഒരുപാട്, അതായത് മുടിയുടെ റൂട്ടിൽ വേരുകളിൽ അത് എഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പോർഷൻ കൊണ്ട് മുടി കുറച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇങ്ങനെയുള്ള ഓരോ ഹെയർ കെയറും കാര്യങ്ങളും ഓരോന്നും ഡിഫറെൻറ്റ് പരീക്ഷിച്ച് വരുന്നതുകൊണ്ട് എനിക്കിങ്ങനെ കുറച്ച് ബേബി ഹെയർസ് വളരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇൻസ്റ്റൻ്റായിട്ട് വളരുന്നതല്ല, നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും ടൈം എടുക്കും. ഒരു 3 മാസത്തോളം അതിൻ്റെ ഒരു എഫക്റ്റ്, 3 മാസം ആകും അതിൻ്റെ എഫക്റ്റ് കിട്ടാനായിട്ട്. അപ്പോൾ ഓരോ സ്റ്റാൻഡ്സിലും ഇങ്ങനെ ഓരോ ഇഴകളിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.